പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മുടെ ചാനലിപ്പോൾ എല്ലാവരും ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റെയിൽവേ സെക്ഷനിലാണ്. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ആൻറ്റീനെ നമ്മൾ കയറ്റിയിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇരിക്കുകയാണ് ഷേനിയമ്മേനെ ഇപ്പോൾ UP-യിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ രാവിലെ കേട്ടോ നേരത്തെ തന്നെ വന്ന് ട്രെയിനിൻ്റെ സമയം പറഞ്ഞേക്കുന്ന ഒരു 11:15 കേട്ടോ. അപ്പോൾ അതിക്ക് മുന്നേ തന്നെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഹോട്ടലിൽ കയറി നമ്മൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തില്ല. അപ്പോൾ നമ്മളിവിടെ വന്നു. അപ്പോൾ ഓരോ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിക്കൊണ്ട് ആദ്യമായിട്ടാണ് കാണുന്ന സംഭവം. കൂടുതലും കണ്ടേക്കണം ബസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബസ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പോൾ ട്രെയിൻ കാണിച്ചു തന്നപ്പോൾ എന്താ എവിടെയാണെന്നൊന്നും പുള്ളിക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് എന്നെ അയച്ചു ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ്. വണ്ടി എന്നൊക്കെ പറയാം. എന്നിട്ട് പിള്ള തീവണ്ടി അയച്ചു ചെയ്ത് തീവണ്ടിയാണെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ. വലുതാച്ചെന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെ അവിടെ ഇരുന്നുകൊണ്ട്. ഇച്ചിക്കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഇത് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോയപ്പോൾ ദേ അച്ഛേ പോണു വെച്ചേ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. തീവണ്ടി പോണു വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയണയാണ് കിച്ചേൻ്റെ കേട്ടോ അറിയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കാണുന്നോണ്ടല്ലോ പുള്ളിക്ക് ഭയങ്കര സംഭവമായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൻ ആൾ പുലിയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ വേണ്ടി പോവും. ട്രോളി ബാഗ് തള്ളിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പുള്ളി ആദ്യം അവിടെ ഇരുന്നുകൊണ്ട്. ഓരത്തൊന്നുമില്ല, എന്നാലും പതുക്കെ പിടിച്ച് പൊക്കും താത്തും. ഇത് തന്നെയായിരുന്നു അവൻ്റെ പരിപാടി അവിടെ ഇരുന്നിട്ട്. എന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് കേട്ടോ ചെക്കൻ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ കിച്ചോട്ടെ മേത്ത് എന്നെ എടുത്ത് പിടിച്ചോട്ട് തന്നെ അവൻ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ സീനാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് കിച്ചോട്ടൻ തന്നെ എടുത്ത് പിടിച്ചോട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ട്രെയിൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അപ്പുറം സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചെക്കനെ കാണിച്ചു കൊടുത്തു. അവനിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാം. ഇപ്പം തന്നെ ഷേനിയമ്മ ട്രെയിൻ വരും കേട്ടോ. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ നിൽക്കുകയായിരുന്നു. ഷേനിയമ്മ പോണതിപ്പോൾ UP-യിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം കയറി ഒരു 11:15 കയറി കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച അങ്ങോട്ട് അവിടെ എത്തത്തുള്ളൂ. പോണതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ ഇത് ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് AC കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കയറ്റി വിട്ട് ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻ നോക്കി തന്നെ ഞങ്ങളവിടെ നിന്നായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ട വരും. അപ്പോൾ കറക്റ്റ് അങ്ങോട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കിച്ചറും ജിസറും കൂടി അകത്ത് കയറ്റി എടുത്ത് വെച്ചു. പിന്നെ ഷേനിയമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇനി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഷേനിയമ്മ ട്രെയിൻ പോകണം. അപ്പോൾ നമ്മൾ ടാറ്റയും ബൈബയൊക്കെ കൊടുത്ത് വിട്ടു കേട്ടോ. ഇനി ഷേനിയമ്മ നേരെ UP-യിലേക്ക്. അപ്പോൾ നമ്മൾ ട്രെയിനും കാര്യങ്ങളെല്ലാം പോയി. അപ്പോൾ ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഈ പോണ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ആണ് നമ്മുടെ വന്ദേ ഭാരത് വരുന്നത് കണ്ടു, പോണത് കണ്ടു. എൻ്റെ പൊന്നോ ഭയങ്കര വിറ്റായിട്ടോ. വന്ദേ ഭാരത് പറയുമല്ല, സാധനം കഴിഞ്ഞ് കിടന്നപ്പോൾ തിരിഞ്ഞ് നോക്കാൻ പോലും പറ്റില്ല കേട്ടോ. വന്നു. അപ്പം ഒരു മിനിറ്റ് നേരം കൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് തന്നെ അവിടെ നിന്ന് പോയി കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ലുലു മോളിലോട്ടാണ് കേട്ടോ. എറണാകുളത്ത് വന്നല്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം വലിയ തിരക്കൊന്നും ഇല്ലയെന്നാണ് വിചാരിച്ചത്. എൻ്റെ അമ്മ ഇവിടെ വന്ന് ഇപ്പോൾ വണ്ടി ഇടുമ്പോൾ ഒരു സ്ഥലമില്ലാവും. അതിന് മാത്രം ഭയങ്കര ഫില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കുറച്ച് സെഷൻ ഉണ്ടായിരുന്നു പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ലുലുവിലേക്ക് കയറി. എല്ലാവരുമായിട്ട് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. ആദ്യം നമ്മൾ അങ്ങോട്ട് പോകത്ത് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്നുള്ളത് നമ്മളിപ്പോൾ എറണാകുളത്തിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലുലു മോൾ മൊത്തം ഒന്ന് കയറി കണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് റൈഡ് സെക്ഷനിലേക്കാണ് കേട്ടോ. വെച്ചിക്കുട്ടനെയും കുഞ്ചുവിനെയൊക്കെ റൈഡിലൊക്കെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ പോയി എല്ലാം ഒന്നും ആദ്യം കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ് പിന്നീട് നമ്മളവിടുന്ന് ടോക്കൺ എടുക്കണമായിരുന്നു. പിന്നെ ഇതിൽ ഐറ്റംസിൽ കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ടോക്കണൊക്കെ എടുത്ത് എല്ലാം ഒന്ന് കാണിച്ച് കണ്ട് ഇങ്ങനെ ഇറങ്ങി റൈഡിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് കയറി. ഇനി കാറ് കയറുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ ഇരുന്ന് ഓടിക്കാൻ വേണ്ടി പറ്റില്ല, അവൻ കുഞ്ഞാണ്. എന്നിട്ട് പിന്നെ ജിസറിനും കൂടി കയറി കേട്ടോ. എൻ്റെ പൊന്നു ജിസർ വലിയ ഇവിടുത്തെ പോണത് കൊണ്ട് പിന്നെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഈട്ടി. എൻ്റെ പൊന്നു ഒന്നും പറയില്ല. ജിസറിൻ്റെ മൃത് കയറിയത് അബദ്ധമായി എന്ന് പറഞ്ഞു കേട്ടോ. വണ്ടി എടുത്ത് അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കൊക്കെ ഇവിടുന്ന് ഒക്കെ തട്ടലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ചിരിയായിരുന്നു. ഓരോ കമൻറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. എന്നിട്ട് ഒരു പ്രകാരത്തിൽ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അയച്ച് ജിസറിനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതുകൊണ്ട് ജിസറിനും കുഞ്ഞും അകത്ത് കയറി കറങ്ങി തിരിഞ്ഞിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിക്കൊണ്ട് എന്നത്തെ കയറേണ്ടതെന്ന് വെച്ചാൽ അവൻ കാണിച്ചത് ഇന്നത്ത് കയറണമെന്ന്. ആ കൊച്ച കൊണ്ട് തൂങ്ങി ചവിട്ടി കയറുന്നത്. അപ്പം പറയുന്നത് അന്നത്ത് കയറുന്നത്. അന്നത്തൊന്നും ഇരുത്തില്ല കേട്ടോ. പിന്നെ റൈഡിനകത്ത് രണ്ടുപേരെയും കയറ്റി ഇരുത്തി. ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മെനമണിയായിരുന്നു. ഭയങ്കര സ്വിച്ചൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് മെനമണിയായിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് കുലുങ്ങുന്നതുകൊണ്ട് പുള്ളി അത് അങ്ങോട്ടാണ് ചിരിനെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛയടുത്ത് എന്തൊക്കെയോ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിച്ചോട്ടൻ പറഞ്ഞു ഇച്ചിക്കോട്ട് മര്യാദയ്ക്ക് ഇരുന്നോ മര്യാദയ്ക്ക് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിടിച്ചിരിക്കാനൊക്കെ പറഞ്ഞു. പുള്ളി കുറച്ച്
ആക്റ്റീവൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് നിർത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു ഇറങ്ങി. പിന്നെ ഞാൻ അവനെ അങ്ങോട്ട് നീങ്ങിയിരിക്കണം. എന്നിട്ട് പിന്നെ അതിരുന്ന് കുറച്ച് നേരം എന്തൊക്കെയോ മണിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ കുഞ്ഞു പിന്നെ അടുത്ത റൈഡിലേക്ക് കയറാൻ വേണ്ടി പോയി. എന്നിട്ട് ചിക്കുറിനെ കൂടെ ഞങ്ങൾ ഇന്നത്തെ കയറി കണ്ടോ. അവിടെ നിന്ന് ഭയങ്കര ആളാട്ടോ, വലിയ ആളാവുമായിരുന്നു അവിടെ ഇരുന്നിട്ട്. ചിക്കുറിനും കുതിരേനെ ഭയങ്കര ഓടിക്കലാണ് കേട്ടോ അവിടെ കിടന്നുണ്ട്. അപ്പോൾ അതേ കുതിരയുടെ ആ വള്ളി കണ്ടോ, 2 പ്രാവശ്യം പിടിക്കും അപ്പോൾ ചാടി പോകട്ടോ, അവന് കിട്ടത്തില്ല. പിന്നെ മുറുക്കി പിടിച്ചിട്ട് അവനോട് ഇന്ന് ആട്ടുമായിരുന്നു. ചെക്കൻ്റെ എൻ്റെ മടിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കരച്ചിൽ അനമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പുള്ളീനെ അങ്ങോട്ടോ. പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കയറി ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളെന്നാൽ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളെല്ലാം പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം കേട്ടോ നമുക്ക് എല്ലാം അവിടെ നിന്ന് തരത്തുള്ളൂ. അപ്പോൾ ചായ വാങ്ങിച്ചു. പിന്നെ എന്താ വാങ്ങിച്ചത്, പിന്നെ ഉള്ളിവിടെ പരിപ്പട അങ്ങനെ എന്തോ ഐറ്റംസാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ താഴത്തേട്ടാണ് പോകുന്നത്. ഒന്ന് കറങ്ങി അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റ് പോയത് ഹൈപ്പർ മാർക്കറ്റിലേട്ടാണ് കേട്ടോ. മുള്ളുള്ളു വന്നു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കയറുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ. ആ സാധനങ്ങളൊക്കെ ഇതിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു. അല്ലെങ്കിൽ പിന്നെ സാധനം വാങ്ങിച്ചിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധനം ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ പാർക്കിംഗ് ഏരിയയിൽ പോയി വണ്ടിയിൽ വച്ചിട്ട് വണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഒരു ബോട്ടിലൊരു ഫിഷ് ഇട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കിച്ചണിനടുത്ത് പൊറോട്ടിക്ക് അത് തന്നെ അവിടെ ഫുഡും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മൊത്തം സൂപ്പർ മാർക്കറ്റ് 2 മണിക്കൂറാണ് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിക്കൊണ്ട് ഉറങ്ങുമായിരുന്നുകൊണ്ട് അവന് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു സാധനം എടുക്കണേന് വലിയ 10 സാധനം എടുക്കേണ്ട വന്നേനെ. അപ്പോൾ ചെക്കൻ കിടന്ന് നല്ല വർക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വന്നു. അപ്പോഴത്തേക്കും ചെക്കൻ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. പർച്ചേസൊക്കെ കഴിച്ചിട്ടേ പിന്നെ ചെറുക്കൻ എഴുന്നേറ്റ്. അതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വാങ്ങിച്ചു. അപ്പോഴെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ ലുലുവിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വേണം നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോയിട്ട് നമ്മൾ അറിയത്തിട്ടാവില്ല കേട്ടോ. ഓരോ സെക്ഷനിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല സമയം എടുത്തിട്ടായിരിക്കും ഇറങ്ങുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ ഭയങ്കര ആന്തലായി വിശപ്പിൻ്റെ വിളി തന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ. ചിക്കോട്ടാണെങ്കിൽ ടേബിളിലിരിക്കണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ കുറച്ച് മസാല എടുത്ത് അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ചേർത്ത് തന്നെയായിരുന്നു അവനോട് ഇങ്ങോട്ട് പരിപാടി. പിന്നെ അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് എറണാകുളത്ത് ബ്രോഡ്വേയിലാണ്. എറണാകുളത്ത് വന്നിട്ട് ബ്രോഡ്വേ പോയത് ഒരു സമാധാനമില്ല. അപ്പോൾ പിന്നെ ബ്രോഡ്വേയിലൊക്കെ ഒന്ന് പോയി മൊത്തം കറങ്ങി അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സമയമായിട്ടും നമ്മൾ വേറെ കുറച്ച് സ്ഥലം കൊണ്ട് പോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ സമയം നമുക്ക് ലിമിറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ചിരിച്ചത്. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ.